മോട്ടോർ വാഹന വകുപ്പിന്റെ എംപരിവാഹൻ എന്ന ആപ്ലിക്കേഷൻ വ്യാജ പതിപ്പ് ഉപയോഗിച്ച് രാജ്യവ്യാപകമായി സൈബർ തട്ടിപ്പുകൾ നടത്തിയ കേസിൽ ഉത്തർപ്രദേശ് സ്വദേശികളായ 2 പേർ കൊച്ചി സൈബർ പോലീസിന്റെ പിടിയിലായി. ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നിന്ന് അതുൽ കുമാർ സിംഗ്, മനീഷ് യാദവ് എന്നിവരെയാണ് കൊച്ചി സൈബർ പോലീസ് സാഹസികമായി അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്നത്. നിരവധി ആളുകളുടെ UPI പിൻ നമ്പറുകൾ ഉൾപ്പെടെയുള്ള അതീവ രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ പ്രതികളിൽ നിന്ന് കണ്ടെടുത്തു. എംപരിവാഹൻ ആപ്ലിക്കേഷൻ വഴി ശേഖരിച്ച വിവിധ വ്യക്തികളുടെ ഫോൺ നമ്പറുകൾ, UPI പിൻ നമ്പറുകൾ എന്നിവ കൂടാതെ ഹണി ട്രാപ്പ്, KYC അപ്ഡേഷൻ തട്ടിപ്പുകൾ എന്നിവ നടത്തുന്നതിനുള്ള വിവിധ വ്യാജ ആപ്ലിക്കേഷനുകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 2 മാസത്തിനിടെ മാത്രം 2700-ലധികം വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറുകളും ഉടമകളുടെ ഫോൺ നമ്പറുകളും ഇവരുടെ കൈവശമുണ്ടായിരുന്നു. കേരളം കൂടാതെ കർണാടക, ഗുജറാത്ത്, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വാഹനങ്ങളുടെ വിവരങ്ങളും ഇവരുടെ പക്കൽ നിന്ന് ലഭിച്ചു. വാഹനത്തിന് പിഴയടയ്ക്കാൻ എന്ന വ്യാജ APK ഫയലുകൾ വാട്സാപ്പ് വഴി അയച്ചാണ് തട്ടിപ്പുകൾ നടത്തിയിരുന്നത്. ടെലിഗ്രാം ബോട്ട് വഴിയാണ് പ്രതികൾ വാഹനങ്ങളുടെ വിവരങ്ങൾ ശേഖരിച്ചത്. തുടർന്ന് പിഴയടയ്ക്കാനുള്ള വ്യാജ ലിങ്കുകൾ ഈ APK ഫയലുകൾ വഴി പ്രചരിപ്പിക്കും. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നവരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും UPI പിൻ നമ്പറുകളും ചോർത്തി പണം തട്ടിയെടുക്കുകയായിരുന്നു ഇവരുടെ ഉദ്ദേശം. മനീഷ് യാദവിന്റെ ബന്ധുവായ 16 വയസ്സുകാരനാണ് ഈ വ്യാജ ആപ്ലിക്കേഷനുകൾ തയ്യാറാക്കിയതിന് പിന്നിലെ ബുദ്ധികേന്ദ്രമെന്ന് പോലീസ് കണ്ടെത്തി. ആഡംബര ജീവിതം നയിക്കുന്നതിനും ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടെയുള്ള നിക്ഷേപങ്ങളാക്കി മാറ്റുന്നതിനും വേണ്ടിയാണ് തട്ടിയെടുത്ത പണം ഇവർ ഉപയോഗിച്ചിരുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മാസങ്ങളായി ഈ തട്ടിപ്പ് സംഘത്തെ പോലീസ് ഏജൻസികൾ നിരീക്ഷിച്ചു വരികയായിരുന്നുവെങ്കിലും കൊച്ചി സൈബർ പോലീസാണ് ആദ്യമായി അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. മിക്ക സംസ്ഥാനങ്ങളിലും ഇവർക്കെതിരെ പരാതികൾ ലഭിച്ചിരുന്നുവെങ്കിലും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള സന്ദേശങ്ങൾ നൽകുന്നതിനപ്പുറം നടപടികളിലേക്ക് കടന്നിരുന്നില്ല. എന്നാൽ കൊച്ചി സൈബർ പോലീസ് അതിവേഗത്തിൽ നടപടികളിലേക്ക് നീങ്ങുകയും അറസ്റ്റിൽ കലാശിക്കുകയും ചെയ്തു.